എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും അതായത് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനകത്തൊരു 3 പാർട്ട് നമ്മൾ 3 ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്തു. ഇനി നമ്മൾ 4ാമത്തെ പാർട്ടിലോട്ട് പോവുകയാണ്. 4ാമത്തെ പാർട്ടിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾസ് ആണ് കേട്ടോ. 4ാമത്തെ പാർട്ടിൽ നമ്മൾ ആർട്ടിക്കിൾസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിനകത്തോട്ട് പോകാം. ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഇറ്റലി ഈസ് ഡാഷ് യൂറോപ്യൻ കൺട്രി. അപ്പൊ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? എ ആൻഡ് ദ എന്നിവയാണ് ആർട്ടിക്കിൾസ്. ആദ്യം ആർട്ടിക്കിൾസ് എന്താണെന്ന് പറഞ്ഞുതരാം. എ ആൻഡ് ദ എന്നിവയാണ് ആർട്ടിക്കിൾസ്. എ ആൻഡ് ദ എന്നിവയാണ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസിനെ എത്രയായി തരംതിരിക്കുന്നു? 2ആയി തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഒന്നെന്താണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. രണ്ടെന്താണ്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എ ആൻഡ് ദ എന്നിവയാണ്. ആർട്ടിക്കിൾസിനെ 2ആയി തരംതിരിക്കുന്നു. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ദ ആണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എയും ആനുമാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പൊ ഇവ ഓരോന്നും എങ്ങനെയാണ് ഉപയോഗിക്കുക? എയും ആനും ദായും ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക? ഒരു 10-50 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 50 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഈ 50 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അങ്ങ് സെറ്റ് ആവും. ഏത് രീതി ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നോക്കുക, ഓരോന്നും ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇറ്റലി ഈസ് ഡാഷ് യൂറോപ്യൻ കൺട്രി. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇറ്റലി ഈസ് എ യൂറോപ്യൻ കൺട്രി എന്നാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ യൂറോപ്യൻ കൺട്രി എന്ന് കണ്ടു, യൂറോപ്യൻ എന്ന് കണ്ടു. അപ്പൊ നമ്മൾ പൊതുവെ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുമ്പോൾ എങ്ങനെയാ? ഈ വവൽ ലെറ്റേഴ്സ്. എന്തൊക്കെയാ വവൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? വവൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വവൽ ലെറ്റേഴ്സ്? എ ഇ ഐ ഒ യു, എ ഇ ഐ ഒ യു, എ ഇ ഐ ഒ യു, എ ഇ ഐ ഒ യു എന്നിവയാണ് വവൽ ലെറ്റേഴ്സ്. പണ്ട് നമ്മൾ പഠിച്ചിങ്ങനെയാണ്. വവൽ ലെറ്റേഴ്സിന് മുമ്പിൽ നമുക്ക് ആൻ ഉപയോഗിക്കാം. കൺസോണന്റ് ലെറ്റേഴ്സിന് മുമ്പിൽ, കൺസോണന്റ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഈ എ ഇ ഐ ഒ യു ഒഴികെയുള്ള ബാക്കി ലെറ്റേഴ്സിനെയാണ് ബി എ സി എ ഡി എ, അതിനെയാണ് കൺസോണന്റ് ലെറ്റേഴ്സ് എന്ന് പറയുക. അപ്പൊ ഈ വവൽ ലെറ്റേഴ്സിന് മുമ്പിൽ ആനും കൺസോണന്റ് ലെറ്റേഴ്സിന് മുമ്പിൽ എയും ഉപയോഗിക്കണമെന്നാണ് നമ്മൾ മുന്നേ പഠിച്ചു വെച്ചിരുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇവിടെ എഴുതാൻ നിന്നാൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട് വരണമെന്നൊരു നിർബന്ധവുമില്ല. അപൂർവം ചില ആൻസർ മാത്രമേ സൗണ്ടും ലെറ്ററും സെയിം ആയിട്ട് വരുത്തുള്ളൂ. നമ്മൾ ഇവിടെ നോക്കേണ്ടുന്നത് ഇങ്ങനെ ലെറ്റേഴ്സ് അല്ല. ചെറിയ ക്ലാസ്സിൽ പഠിച്ച പോലെ ഈ ലെറ്റേഴ്സ് നോക്കിയല്ല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാ പഠിക്കുക? സൗണ്ട് നോക്കിയിട്ടാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ സിമ്പിൾ ആക്കി തരട്ടെ. മലയാളത്തിൽ നമ്മൾ ഉച്ചരിച്ച് നോക്കുമ്പോൾ സ്വരാക്ഷരങ്ങളാണ് വരുന്നതെങ്കിൽ, സ്വരാക്ഷരം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? ആ, ആ, ഇ ആണ്. അപ്പൊ മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുമ്പോൾ സ്വരാക്ഷരങ്ങൾ വന്നാൽ അ, ആ, ഇ ഒക്കെ വന്നാൽ നിങ്ങൾ അവിടെ ആൻ എഴുതുക. ഇനി മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുമ്പോൾ വ്യഞ്ജനം, വ്യഞ്ജനാക്ഷരമാണ് വരുന്നതെങ്കിൽ, വ്യഞ്ജനാക്ഷരം മീൻസ് എന്താ? കായ്ക്ക ഗായ്ക്കങ്ങ ആണ്. വ്യഞ്ജനാക്ഷരങ്ങളാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എയും ഉപയോഗിക്കാം. അപ്പൊ മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുക. സ്വരാക്ഷരങ്ങൾ വന്നാൽ ആൻ എഴുതുക, വ്യഞ്ജനാക്ഷരങ്ങൾ വന്നാൽ എ എഴുതുക. അപ്പൊ ഇവിടെ യൂറോപ്യൻ ലെറ്റർ നോക്കിയാൽ ഇ ആണ്. എ ഇ ഐ ഒ യു വവൽ ലെറ്റർ ആണ്. ആൻ എഴുതാൻ തോന്നും. നിങ്ങൾ ലെറ്റർ നോക്കണ്ട. ചിലപ്പോൾ ചിലടത്ത് ലെറ്ററും സൗണ്ടും ഒന്നാവാം. നിങ്ങൾ ലെറ്ററും സൗണ്ടും ഒന്നാണെങ്കിൽ അല്ലെങ്കിൽ എന്തായാലും പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം അനുസരിച്ച് എഴുതുക. യൂറോപ്യൻ എന്ന് ഉച്ചരിക്കുമ്പോൾ അവിടെ എന്താ വരിക? യാണ് വരിക. യാ എവിടാ വരുന്നത്? വ്യഞ്ജനാക്ഷരത്തിലല്ലേ യാരാലാവ. സൗണ്ട് കൺസോണന്റൽ സൗണ്ട് ആണ്. എ യൂറോപ്യൻ എന്ന് എഴുതാം. ഉച്ചരിച്ചപ്പോൾ വ്യഞ്ജനാക്ഷരം വന്നു, യാ വന്നു, അതുകൊണ്ട് എ എഴുതി. ഓക്കെ ആണേ.
He is dash honest doctor. A ഉണ്ട്, the ഉണ്ട്, an ഉണ്ട്, no article ഉണ്ട്. He is an honest doctor എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ നോക്കുക, ഹോണസ്റ്റ് നല്ല ഉച്ചരിക്കുക, ഓണസ്റ്റ് എന്നാണ്. ഓണസ്റ്റ് ഉച്ചരിച്ചപ്പോൾ എന്താ വന്നത്? ഓയാണ് വന്നത്. I ആണ്, സ്വരാക്ഷരമാണ്. He is an honest doctor എന്ന് എഴുതി. ഡാഷ് EWE is a female sheep. EWE കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താണ്? യൂവ് എന്നാണ് കേട്ടോ. യൂവ് എന്നാണ്. ഫീമെയിൽ ഷീപ്പാണ്, പെണ്ണാണ്. അപ്പൊ ഈവ് നല്ല പ്രൊനൗൺസ് ചെയ്യേണ്ടത് യൂവാണ്. മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് ഈ ഒരു വേർഡ്. ഏത് മത്സര പരീക്ഷകൾക്ക് ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾ ചോദിക്കുന്നോ ആ എക്സാമുകൾക്ക് എല്ലാം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വേർഡ് ആണ് ഈ യൂവ് എന്ന് പറയുന്നത്. EWE യൂവ് എന്നാണ് ഉച്ചരിക്കുക, യായാണ്. സോ എ യു എന്ന് നമുക്ക് എഴുതാം. ഓപ്ഷൻ ഞാൻ വായിച്ച് സമയം കളയേണ്ട കാര്യമില്ലല്ലോ. എ യു ആനും ദായും നോ ആർട്ടിക്കിളും അല്ലെ നൺ ഓഫ് ദിസ് ഒക്കെ ആയിരിക്കും. അപ്പൊ എ യു വീസ് എ ഫീമെയിൽ ഷീപ്പ് എന്നാണ് ഉച്ചരിച്ചപ്പോൾ യായാണ് വന്നത്. അവിടെ എന്തെഴുതാം? എ യുവ് എന്ന് എഴുതാം. കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. രമേശ് സോ എ ഈഗിൾ ഇൻ ദ സൂ. ആൻ ആണോ, ഓഫ് ആണോ, എ ആണോ, ഓൺ ആണോ? ആൻ ഈഗിൾ എന്നാണ്. ഇവിടെ ആൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒരു സെന്റൻസിങ് തന്നു, അവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്, അതായത് ഏത് ആർട്ടിക്കിൾ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഈഗിളിന്റെ മുമ്പിലാണ് ഇവിടെ ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈഗിൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് ഇ ആണ് കിട്ടുന്നത്, ഇ ആണ്. അതുകൊണ്ട് അവിടെ എ അല്ല വരേണ്ടുന്നത്, ആൻ ആണ് വരേണ്ടുന്നത്. ഓക്കെ, ലെറ്റർ നോക്കിയാലും പ്രൊനൗൺസിയേഷൻ നോക്കിയാലും നമുക്ക് അവിടെ എന്താണ്? ആൻ തന്നെയാണ് വരിക. സോ ആൻ എഴുതി. അപ്പം ഒരു ലെറ്ററിന്റെ മുമ്പിൽ ഡാഷ് വന്നാലും ഒരു വേർഡിന്റെ മുമ്പിൽ വന്നാലും അബ്രീവിയേഷൻ ചുരുക്കെഴുത്തിന്റെ പേരിന്റെ ഒക്കെ മുൻപിൽ വന്നാലും നമുക്ക് അവിടെ ഉച്ചാരണത്തിനനുസരിച്ച് എ അഥവാ ആൻ എഴുതാം. ദിസ് ഈസ് ഡാഷ് ഗേൾ ഹു ഹാസ് ടേക്കൺ മൈ ബാഗ്. അവിടെ നിങ്ങൾ എന്തെഴുതും? അവിടുത്തെ ആൻസർ ദ ആകുന്നു. ദിസ് ഈസ് ദ ഗേൾ എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അവിടെ യൂസ് ചെയ്തത്? എന്തിനെങ്കിലും സ്പെസിഫൈ ചെയ്ത് പറയാൻ, തറപ്പിച്ച് ഉറപ്പിച്ചൊക്കെ പറയാൻ നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ദ ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ എനിത്തിങ്. എന്തിനെങ്കിലും സ്പെസിഫൈ ചെയ്ത് പറയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ ആണ്. എന്തിനെങ്കിലും തറപ്പിച്ചുറപ്പിച്ച് പറയാം. ദിസ് ഈസ് ദ ഗേൾ ഹു ഹാസ് ടേക്കൺ മൈ ബാഗ്. അവൾ തന്നെയാണ് എൻ്റെ ബാഗ് എടുത്തത്. അങ്ങനെ തറപ്പിച്ചുറപ്പിച്ചൊക്കെ പറയാൻ, സ്പെസിഫൈ ചെയ്ത് പറയാൻ നമുക്ക് ദ ഉപയോഗിക്കാം. ദ ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ എനിത്തിങ്. അപ്പൊ നിങ്ങളൊന്ന് നോക്കുക, ഇവിടെ നമ്മൾ ദ എഴുതി. നേരത്തെ എയും ആനും ഒക്കെ എഴുതിയ പല വേർഡുകളും ഉണ്ട്. നമ്മൾ ഈ എയും ആനും ഒക്കെ എഴുതുന്ന വേർഡുകളും ഒന്ന് നോക്കുക, അത് എഴുതുന്നതിന് മുൻപേ ഒന്ന് നോക്കുക, അത്തരം വേർഡുകളെ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തേ എഴുതാൻ പാടുള്ളൂ? ദായെ എഴുതാൻ പാടുള്ളൂ. അപ്പൊ എയും ആനും എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ്, എയും ആനും എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് നോക്കിക്കോണം അതിനെ എടുത്ത് പറയുന്നുണ്ടോ, സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടോ എന്ന്. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. മൈ ഫ്ലാറ്റ് ഈസ് ഓൺ ഡാഷ് സെക്കൻഡ് ഫ്ലോർ. ദ, എ, ആൻഡ് നോ, നൺ ഓഫ് ദീസ്. ഏതാണ്? ദ സെക്കൻഡ് ഫ്ലോർ എന്നാണ്. ദ ഫസ്റ്റ്, ദ സെക്കൻഡ് ഇതൊക്കെ ഓർഡിനൽ നമ്പേഴ്സ് ആണ്. ഓർഡിനൽ നമ്പേഴ്സിന് മുൻപിൽ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ ദ ആണ് കേട്ടോ. ദ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു എന്നൊക്കെയല്ലോ പറയുന്നത്. ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, അങ്ങനെയുള്ള ഓർഡിനൽ നമ്പേഴ്സിന് മുൻപിൽ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. Which articles are suitable in the sentence? He ordered dash cake and dash eclair. Dash cake was not good. Option A and A. Option B, the and A. Option C, A and the. Option D, the and the. Answer option C ആണ്.
എ ആൻഡ് ദ എന്നിവയാണ്. നോക്കുക, ഹി ഓർഡേർഡ് ഡാഷ് കേക്ക്. കേക്ക് ഉച്ചരിച്ചപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? കേക്ക്. അപ്പൊ അവിടെ എന്താ? ക ആണ് വന്നത്, വ്യഞ്ജനാക്ഷരമാണ്, കൺസോണന്റൽ സൗണ്ട് ആണ്. എ കേക്ക് എന്ന് എഴുതാം. ആൻഡ് ഡാഷ് എക്ലെയർ. എക്ലെയർ ഉച്ചരിച്ചപ്പോൾ എ കിട്ടി, സ്വരാക്ഷരമാണ്. ആൻ എക്ലെയർ എന്ന് എഴുതാം. ഇനി നോക്കേ, ഡാഷ് കേക്ക് വാസ് നോട്ട് ഗുഡ്. ഈ ആദ്യം ഇതേ പാറ്റേൺ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ആദ്യം പറഞ്ഞ ഒരു കാര്യത്തെ വീണ്ടും ഇങ്ങനെ എടുത്തു പറയുമ്പോൾ ഒന്നും നോക്കണ്ട, അവിടെ നിങ്ങൾക്ക് എന്തെഴുതാം? ദ എഴുതാം. മീൻസ് അതിനെ അവിടെ സ്പെസിഫൈ ചെയ്യുകയാണ് കേട്ടോ. ഒരു വട്ടം പറഞ്ഞാണ്, അതിനെ വീണ്ടും എടുത്തു പറയുകയാണ്. അങ്ങനെ സ്പെസിഫൈ ചെയ്യുമ്പോൾ ദ ഉപയോഗിക്കാം. സിമ്പിളായിട്ട് ഇങ്ങനെ നോക്കി വെക്കാറുണ്ട്. ആദ്യം പറഞ്ഞൊരു സബ്ജക്റ്റ് വീണ്ടും എടുത്തു പറയുമ്പോൾ അതിന് മുൻപിൽ എന്തെഴുതിയാലും മതി? എ അല്ല, ദ എഴുതിയാൽ മതി കേട്ടോ. അപ്പം എ ആൻഡ് ദ ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. I bought dash umbrella. Option A the, option B and option C A, option D no article required. ഇവിടെ ലെറ്റർ നോക്കിയാലും പ്രൊനൗൺസിയേഷൻ നോക്കിയാലും an umbrella ആണ്. ഓക്കെ, ചില ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ വരും. കറക്റ്റ് ലെറ്റർ നോക്കിയാലും വവൽ ലെറ്റർ ആണ്, സൗണ്ട് നോക്കിയാലും സ്വരാക്ഷരമാണ്. I bought an umbrella. umbrella ആയാണ് വരുന്നത്, സ്വരാക്ഷരമാണ്. an umbrella എന്ന് എഴുതി. He reads dash Bible every day. എ ആണോ, ആൻ ആണോ, ദ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? ഹി റീഡ്സ് ദ ബൈബിൾ എവരി ഡേ എന്നാണ്. എന്തുകൊണ്ട് ദ ഉപയോഗിച്ചു? ഹോളി ബുക്ക്, എപ്പിക്സ് അതായത് പുണ്യഗ്രന്ഥങ്ങൾ, ഇതിഹാസങ്ങൾ, ക്ലാസിക്കൽ പുസ്തകങ്ങൾ, റഫറൻസ് ബുക്ക്, ദിനപത്രങ്ങൾ തുടങ്ങിയവയുടെയൊക്കെ പേരിന്റെ മുൻപിൽ നമുക്ക് എന്തുപയോഗിക്കാം? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. എന്തൊക്കെയാണ്? എഴുതിയെടുത്തോളൂ. പുണ്യ ഗ്രന്ഥങ്ങൾ, ഇതിഹാസങ്ങൾ, പുണ്യഗ്രന്ഥങ്ങൾ, ഇതിഹാസങ്ങൾ, ക്ലാസിക്കൽ പുസ്തകങ്ങൾ, റഫറൻസ് ബുക്ക്, ദിനപത്രങ്ങൾ, തുടങ്ങിയവയുടെയൊക്കെ പേരിന്റെ മുൻപിൽ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ഹോളി ബുക്ക്, എപ്പിക്സ്, ക്ലാസിക്കൽ ടെക്സ്റ്റ്, ന്യൂസ് പേപ്പേഴ്സ് ഇവയുടെയൊക്കെ പേരിന്റെ മുൻപിൽ ദ എന്ന ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുക. പുണ്യഗ്രന്ഥങ്ങൾ, ഇതിഹാസങ്ങൾ, ക്ലാസിക്കൽ പുസ്തകങ്ങൾ, റഫറൻസ് ബുക്ക്, ദിനപത്രങ്ങൾ മുതലായവയുടെയൊക്കെ പേരിന്റെ മുൻപിൽ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കുക, ദ ബൈബിൾ, ദ മഹാഭാരത, ദ ഒഡീസി, ദ ഇലിയഡ്, ദ ഖുറാൻ, ഓക്കെ, ദ രാമായണ, അല്ലെങ്കിൽ ദ റഫറൻസ് ബുക്ക്, ക്ലാസിക്കൽ പുസ്തകം ദ ടെമ്പസ്റ്റ്, റഫറൻസ് ബുക്ക് ദ എൻസൈക്ലോപീഡിയ, ദിനപത്രം ദ ഒരു ന്യൂസ് പേപ്പർ ഏതാ ദിനപത്രം ദ ഹിന്ദു, ഓക്കെ, ദ ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പൊ ഇതൊക്കെ എന്താ ഈ കാറ്റഗറി വരുന്നവയാണ്. ഇവയുടെയൊക്കെ പേരിന് മുൻപിൽ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ദ മഹാഭാരത, ദ ഇലിയഡ്, ദ ഖുറാൻ, ദ ബൈബിൾ, ദ രാമായണ, ദ എൻസൈക്ലോപീഡിയ, ഓക്കെ, ദ ഹിന്ദു, ഓക്കെ, ഇവയുടെയൊക്കെ പേരിന് മുൻപിൽ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റുഡൻസ് ഗോ ടു ഡാഷ് സ്കൂൾ, എ ആൻഡ് ദ നോ ആർട്ടിക്കിൾ. സ്റ്റുഡൻസ് ഗോ ടു സ്കൂൾ എന്ന് മാത്രം മതി. ഇവിടെ നോ ആർട്ടിക്കിൾ ആണ്. സ്റ്റുഡൻസ് ഗോ ടു ദ സ്കൂൾ എന്ന് വേണ്ട. സ്റ്റുഡൻസ് ഗോ ടു സ്കൂൾ എന്ന് മാത്രം മതി. ശ്രദ്ധിക്കുക, സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, ചർച്ച്. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, ചർച്ച് ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാറുണ്ട് അല്ലേ? സ്കൂളിലും കോളേജിലും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകാറുണ്ട്. HMനെ കൊണ്ട് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. റീയൂണിയന് വേണ്ടി പോകാറുണ്ട്. പല ഫങ്ഷൻസ് മീൻസ് യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസ് റീയൂണിയനൊക്കെ പോകാറുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകാറുണ്ട്. അതേപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യാൻ ഡോക്ടറിനെ കാണാൻ പോകാറുണ്ട്. സുഖമില്ലാത്ത ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലുമൊക്കെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. ചർച്ചിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്.
മാരേജ് ഫംഗ്ഷനുകൾക്ക് പോകാറുണ്ട്. അപ്പം ഈ മാർക്കറ്റൊക്കെ ഇതേപോലെ വരുന്നതാണ്. മാർക്കറ്റൊന്നും ക്വസ്റ്റ്യനുകൾ വന്നിട്ടില്ല. അപ്പം ഈ സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽ, ചർച്ച് ഈ സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നത് അതത് ആവശ്യങ്ങൾക്കാണെങ്കിൽ, മീൻസ് സ്കൂളിലും കോളേജിലും പഠിക്കാൻ പോകുന്നു, ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്നു, ചർച്ചിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു, ടു പ്രേ. അപ്പൊ ഈ സ്ഥലങ്ങളിൽ അതത് ആവശ്യങ്ങൾക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ നോ ആർട്ടിക്കിൾ ആണ്. ഓക്കെ, സ്കൂളിലും കോളേജിലും ഹോസ്പിറ്റലിലും ചർച്ചിലും ഒക്കെ നമ്മൾ അതത് ആവശ്യങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നോ ആർട്ടിക്കിൾ ആണ്. എന്നാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മറ്റു പർപ്പസുകൾക്കാണ് പോകുന്നതെങ്കിൽ, അതായത് സ്കൂളിൽ നമ്മൾ റീയൂണിയന് വേണ്ടി പോകുന്നു, കോളേജിൽ നമ്മൾ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ പോകുന്നു, ഹോസ്പിറ്റലിൽ നമ്മൾ വയ്യാത്ത ഫ്രണ്ടിനെ കാണാൻ പോകുന്നു, ചർച്ചിൽ നമ്മൾ മാരേജ് ഫംഗ്ഷന് പോകുന്നു, അങ്ങനെ മറ്റു പർപ്പസുകൾക്കാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ദ ഉപയോഗിക്കാം. അപ്പൊ പ്രൈമറി പർപ്പസ് ആണെങ്കിൽ നോ ആർട്ടിക്കിൾ, അതർ പർപ്പസ് ആണെങ്കിൽ ദ. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, ചർച്ച് എന്നീ സ്ഥലങ്ങളിൽ അതത് ആവശ്യങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. മറ്റെന്തെങ്കിലും പർപ്പസിനാണ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. സ്റ്റുഡൻസ് ഗോ ടു സ്കൂൾ എന്ന് മാത്രം മതി. സ്റ്റുഡൻസ് സ്കൂളിൽ പോകുന്നു, എന്തിനാണ്? പഠിക്കാനാണ്. മറ്റു പർപ്പസുകൾക്കാണെങ്കിൽ അത് മെൻഷൻ ചെയ്യും. അവിടെ മറ്റൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റുഡൻസ് റെഗുലറായിട്ട് സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ തന്നെയാണ്. അപ്പൊ അവിടെ നോ ആർട്ടിക്കിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കേ. വിവേക് വെന്റ് ടു ഡാഷ് സ്കൂൾ ടു മീറ്റ് ദ ഹെഡ് മാസ്റ്റർ. ദ ആൻഡ് എ നോ ആർട്ടിക്കിൾ. അവിടെ ആൻസർ ദ ആണ്. എന്തുകൊണ്ടാ? വിവേക് എന്തിനാ സ്കൂളിൽ പോയത്? HMനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പഠിക്കാനാണോ? അല്ല. അപ്പൊ അതൊരു അതർ പർപ്പസ് ആണ്, മറ്റു പർപ്പസ് ആണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് എഴുതാം? ടു ദ സ്കൂൾ എന്ന് എഴുതാം. അപ്പം ക്ലിയർ ആയി കാണുമല്ലോ ആ ഭാഗം. ഷീ ഈസ് പ്ലേയിങ് ഓൺ ഡാഷ് വീണ. എ ആൻഡ് ദ നോ ആർട്ടിക്കിൾ. ഷീ ഈസ് പ്ലേയിങ് ഓൺ ദ വീണ. വീണ എന്ന് പറയുമ്പോൾ വീണ പ്ലേ ചെയ്യുന്നു. അപ്പം ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ പേരിന് മുൻപിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ത് വന്നാലും വീണ, ഗിത്താർ, വയലിൻ അതിൻ്റെ ഒക്കെ മുൻപിൽ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ഐ യൂഷ്വലി ഹാവ് ഡാഷ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 AM. A and the no article. അവിടെ no article ആണ്. I usually have breakfast at 8 AM എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെ എന്താണ്? the breakfast എന്ന് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അതായത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പവും കടലക്കറിയും അല്ലെങ്കിൽ പൊറോട്ടയും ചിക്കനും, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല. ഇഡലി ആൻഡ് സാമ്പാർ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഈ ടേംസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അപ്പൊ ഇതേപോലുള്ള ടേംസ് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. ഒരു ആർട്ടിക്കിൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ തുടങ്ങിയവയ്ക്ക് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. എന്നാൽ ഇവയുടെയൊക്കെ മുൻപിൽ എന്തെങ്കിലും ഒരു അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ, ഈ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ മുൻപിൽ എന്തെങ്കിലും ഒരു അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ആ അഡ്ജക്റ്റീവിന് മുൻപിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ദ എഴുതാന്ന് മാത്രമല്ല ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. എയോ ആനോ എന്താന്ന് വെച്ചാൽ ഉപയോഗിക്കാം. അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. I had dash good breakfast today. A and the no article. Okay, none of this. ഇവിടെ നിങ്ങൾ എന്ത് എഴുതും? ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ മുൻപിൽ ഡാഷ് വന്നിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിന് മുൻപിൽ അത് എങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്? ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്ന നൗണിനെ വിശേഷിപ്പിക്കുവാനായിട്ട് ഗുഡ് എന്ന ഒരു അഡ്ജക്റ്റീവ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കേ, ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെയും ലഞ്ചിന്റെയും ഡിന്നറിന്റെ ഒക്കെ മുൻപിൽ ഒരു അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ആ അഡ്ജക്റ്റീവിന് മുൻപിൽ നമുക്ക് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇവിടെ ഉച്ചരിക്കുമ്പോൾ ഗുഡ് എന്നാണ്, ഉച്ചരിക്കുമ്പോൾ ഗായാണ് വരുന്നത്. കായ്ക്ക് ഗായ്ക്ക് എന്ന വ്യഞ്ജനാക്ഷരമാണ്. എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ
എന്ന് ഉപയോഗിക്കാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇവയ്ക്ക് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. എന്നാൽ അവയ്ക്ക് മുൻപിൽ ഒരു അഡ്ജക്റ്റീവ് വന്നാൽ ആ അഡ്ജക്റ്റീവിന് മുൻപിൽ നമുക്ക് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗണ്ട് എവറസ്റ്റ് ഈസ് ഇൻ ഡാഷ് ഹിമാലയാസ്, എ ആൻഡ് ദ നോ ആർട്ടിക്കിൾ. അവിടെ നമുക്ക് എന്തെഴുതാം? ദ എന്ന ആർട്ടിക്കിൾ എഴുതാം. ഹിമാലയാസ്, ഹിമാലയം ഒരു പർവ്വത ശൃംഖലയാണ്, മൗണ്ടൻ റേഞ്ചസ് ആണ്, ഒരു പർവ്വത ശൃംഖലയാണ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ പർവ്വത ശൃംഖലകളുടെയൊക്കെ പേരിന് മുൻപിൽ നമുക്ക് എന്തുപയോഗിക്കാം? ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. പർവ്വത ശൃംഖലകൾ, കടലുകൾ, കനാലുകൾ, കടലിടുക്കുകൾ, ദ്വീപസമൂഹങ്ങൾ, മരുഭൂമികൾ, സമതലങ്ങൾ, ഗൾഫ്, ഫോറസ്റ്റ് മുതലായവയുടെ ഒക്കെ പേരിന്റെ മുൻപിൽ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ഹിമാലയ പർവ്വതം അതൊരു പർവ്വത ശൃംഖലയാണ്, അതിനു മുൻപിൽ നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചു. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന് എഴുതിയെടുത്തോളൂ. പർവ്വത ശൃംഖലകൾ, പർവ്വത ശൃംഖലകൾ, കടലുകൾ, സമുദ്രങ്ങൾ, നദികൾ, കനാലുകൾ, കടലിടുക്കുകൾ, ദ്വീപസമൂഹങ്ങൾ, മരുഭൂമികൾ, സമതലങ്ങൾ, ഗൾഫ്, ഫോറസ്റ്റ് തുടങ്ങിയവയുടെയൊക്കെ പേരിന് മുൻപിൽ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. പർവ്വത ശൃംഖലകൾ, കടലുകൾ, സമുദ്രങ്ങൾ, നദികൾ, കനാലുകൾ, കടലിടുക്കുകൾ, ദ്വീപസമൂഹങ്ങൾ, മരുഭൂമികൾ, സമതലങ്ങൾ, ഗൾഫ്, ഫോറസ്റ്റ്, മൗണ്ടൻ റേഞ്ചസ്, സീ, ഓഷന്, റിവേഴ്സ്, കനാൽസ്, സ്ട്രെയിറ്റ്, ഡെസേർട്സ്, പ്ലെയിന്, ഗൾഫ്, ഫോറസ്റ്റ് ഇവയുടെ ഒക്കെ പേരിന്റെ മുൻപിൽ നമുക്ക് ദ ഉപയോഗിക്കാം. ദ അറേബ്യൻ സീ, ദ പസഫിക് ഓഷൻ, ദ സുയസ് കനാൽ, ദ പാക് സ്ട്രെയിറ്റ്, ദ താർ ഡെസേർട്ട്, ദ ഗൾഫ് ഓഫ് കമ്പത്ത് ഇവയുടെ ഒക്കെ പേരിന് മുൻപിൽ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇവിടെ ഒരു പർവ്വത ശൃംഖലയാണ് ഹിമാലയം, അതുകൊണ്ട് അതിന്റെ മുൻപിൽ നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തു. ഡു യു നോ ഡാഷ് ഇംഗ്ലീഷ്? ഓപ്ഷൻ എ ദ, ഓപ്ഷൻ ബി ആൻഡ്, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. ഇവിടെയും നോ ആർട്ടിക്കിൾ ആണ്. ഡു യു നോ ദ ഇംഗ്ലീഷ് എന്ന് നമ്മൾ പറയില്ല, ഡു യു നോ ഇംഗ്ലീഷ് എന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് ഒരു ഭാഷയാണ്, ഭാഷയുടെ പേരിന് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. ഭാഷയുടെ പേരിന് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. ഒരു ഭാഷയുടെ പേരിങ് തന്നു, ഡു യു നോ ഇംഗ്ലീഷ്. അപ്പൊ അതെന്താ? ഇംഗ്ലീഷ് അറിയുമെന്നാണ്, അതൊരു ഭാഷയല്ലേ. അങ്ങനെ ഭാഷയുടെ പേരിന് മുൻപിൽ നമുക്ക് ഒരു ആർട്ടിക്കിൾ എഴുതേണ്ട കാര്യമില്ല. എന്നാൽ ഈ ഭാഷയുടെ പേരിനോടൊപ്പം ലാംഗ്വേജ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തുപയോഗിക്കാം? ദ ഉപയോഗിക്കാം. പിന്നെ ആ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഡിഫീറ്റ് ചെയ്തു, ഇംഗ്ലീഷുകാരെ, ഫ്രഞ്ചുകാരെ എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയത്തില്ലയോ? അപ്പം ആ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ അതൊക്കെ താഴോട്ട് വരുന്നുണ്ട്. അവിടെയും നമുക്ക് എന്തുപയോഗിക്കാം? ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. അപ്പം ഭാഷയുടെ പേരിന് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. എന്നാൽ ഭാഷയുടെ പേരിനൊപ്പം ലാംഗ്വേജ് എന്ന് വന്നാൽ അവിടെ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ എന്നുള്ള അർത്ഥത്തിൽ വന്നാൽ അവിടെയും ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ഇവിടെ ഡു യു നോ ഇംഗ്ലീഷ് എന്നാണ്, ഡു യു നോ ദ ഇംഗ്ലീഷ് എന്ന് പറയില്ല, അതൊരു ഭാഷയാണ്, നോ ആർട്ടിക്കിൾ. ദ ഹിസ്റ്ററി ഓഫ് ഡാഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അവിടെ എന്ത് വന്നിട്ടുണ്ട്? ഇംഗ്ലീഷ് എന്ന ഭാഷയോടൊപ്പം ലാംഗ്വേജ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഷയോടൊപ്പം ലാംഗ്വേജ് എന്ന് വന്നാൽ അവിടെ നമുക്ക് എന്തുപയോഗിക്കാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ദ ഹിസ്റ്ററി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. യൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ആർട്ടിക്കിൾ. There were several battles between
ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ഇൻ ഇന്ത്യ. ഓക്കെ, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും എന്നൊക്കെയാണ്. ഓപ്ഷൻ എ ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച്. ഓപ്ഷൻ ബി ദ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. ഓപ്ഷൻ സി ആൻ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇവിടെ എന്താ ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച് എന്നാണ്. ദർ വേർ സെവറൽ ബാറ്റിൽസ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ഇൻ ഇന്ത്യ. അവർ തമ്മിൽ എന്താണ് യുദ്ധങ്ങൾ നടന്നു എന്നൊക്കെ ഇല്ലയോ. അപ്പൊ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ, ഭാഷകൾ തമ്മിലാണോ യുദ്ധം നടക്കുന്നത്? അല്ല, അത് സംസാരിക്കുന്ന ആൾക്കാർ തമ്മിലാണ്. ആ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ എന്നുള്ള അർത്ഥമാണ്. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരുമാണ്. അപ്പോൾ എന്താണ് അവിടെ നമുക്ക് ആ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ എന്നുള്ള അർത്ഥത്തിൽ ആൾക്കാരാണ്. ആ രീതിയിൽ നമുക്ക് ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച് എന്ന് ഉപയോഗിക്കാം. അപ്പൊ ഭാഷയുടെ പേരിന് മുൻപിൽ നോ ആർട്ടിക്കിൾ. ഭാഷയുടെ പേരിനൊപ്പം ലാംഗ്വേജ് എന്ന് വന്നാൽ ദ ഉപയോഗിക്കാം. ഭാഷയുടെ പേരിനോടൊപ്പം ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ എന്നുള്ള അർത്ഥത്തിൽ വന്നാൽ അവിടെ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ചെറിയൊരു പ്രിന്റ് മിസ്റ്റേക്ക് ഈ ക്വസ്റ്റ്യനിലുണ്ട്. ഇവിടെയാണ് ഡാഷ് ഇട്ടിരുന്നത്, ഈ ഭാഗത്താണ് ഡാഷ്. അപ്പൊ നോക്കേ, when Ashish was walking through the street, he met dash one-eyed beggar on the pavement. Okay. ഓപ്ഷൻ എ ദ ആണോ, ആൻ ആണോ, എ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? ഡാഷ് വൺ ഐഡ് ബെഗർ. ONE വൺ. ONE എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക? വൺ എന്നാണ്. വാ വരുന്നത് യാരാലാവ വ്യഞ്ജനാക്ഷരമാണ്, കൺസോണന്റൽ സൗണ്ട് ആണ്. സോ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എ വൺ ഐഡ് ബെഗർ എന്ന് എഴുതാം. ഉച്ചരിച്ചപ്പോൾ എന്ത് വന്നു? വാ വന്നു, വ്യഞ്ജനാക്ഷരമാണ്, കൺസോണന്റൽ സൗണ്ട് ആണ്. സോ നമ്മൾ അവിടെ എന്ത് ഉപയോഗിച്ചു? എ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്തു. I went to Dash hospital to see my uncle. A and the son. Answer the hospital ആണ്. നേരത്തെ പറഞ്ഞില്ലയോ, സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, ചർച്ച്, ഈ സ്ഥലങ്ങളിൽ അതത് ആവശ്യങ്ങൾക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ നോ ആർട്ടിക്കിൾ ആണ്. എന്നാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മറ്റു പർപ്പസുകൾക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു സീ മൈ അങ്കിൾ. അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. അതുകൊണ്ട് അവിടെ നമുക്ക് എന്തെഴുതാം? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ. എ യുനാനിമസ് ഡിസിഷൻ ആണ്. ഉച്ചരിച്ചു നോക്കുക, എന്ത് വന്നു? യുനാനിമസ്. യാണ് എ യുനാനിമസ് ഡിസിഷൻ എന്ന് നമ്മൾ എഴുതി. അപ്പൊ നോക്കുക, ഇതൊക്കെ റിപ്പീറ്റഡ് ആണ്. ഇത് തന്നെയാണ് PSC എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന വേർഡുകൾ. ഡാഷ് റേഡിയോ വാസ് ഇൻവെന്റഡ് ബൈ മാർക്കോണി. ദ ആണോ, എ ആണോ, ആൻ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? ദ റേഡിയോ വാസ് ഇൻവെന്റഡ് ബൈ മാർക്കോണി എന്നാണ്. അതൊരു ഇൻവെൻഷൻ ആണ്. ഇൻവെൻഷൻസിന് മുൻപിൽ ദ എന്ന ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുക. ഇൻവെൻഷൻ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കണ്ടുപിടുത്തങ്ങൾ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കണ്ടുപിടുത്തങ്ങൾക്ക് മുൻപിൽ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇൻവെൻഷൻസിന് മുൻപിൽ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. വി പ്ലേ ഡാഷ് ഫുട്ബോൾ എവരി ഈവനിങ്. അവിടെ എന്തെഴുതാം? ഫുട്ബോൾ. ഫുട്ബോൾ കായികം, വിനോദം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. ഇവിടെ നോ ആർട്ടിക്കിൾ ആണ്. ഒരു ആർട്ടിക്കിളും ഇവിടെ എഴുതേണ്ട കാര്യമില്ല. അതായത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ, കായികം, വിനോദം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. കായികം, വിനോദം. ഓക്കെ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ചെസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനു മുമ്പിൽ നോ ആർട്ടിക്കിൾ ആണ്. കായികം, വിനോദം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. വി പ്ലേ ഫുട്ബോൾ എവരി ഈവനിങ് എന്ന് മാത്രം കൊടുത്താൽ മതി. There is dash hourly bus from here to the capital city. Insert the correct article. Option A the, option B an,
ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻഡ് അവർലി എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അവർലി. അപ്പൊ അവർലി എന്ന് പറയുമ്പോൾ ഉച്ചരിക്കുമ്പോൾ ഹവർലി എന്നല്ല അവർലി എന്നാണ് പറയുക. ആയാണ് ഉച്ചരിക്കുമ്പോൾ വരുന്നത് ആൻഡ് അവർലി. ആൻഡ് അവർലി ബസ് എന്നാണ് പറയുക. ഉച്ചരിച്ചപ്പോൾ ആയാണ് വന്നത്. When she plays dash piano, she seems to be in heaven. A and the at. അവിടെ എന്താ? അവിടെ ദ ആണ്. നേരത്തെ പറഞ്ഞ എന്താണ്? ഇതേ സെയിം ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞതാണ്. ദ പിയാനോ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വരുമ്പോൾ അവിടെ നമുക്ക് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. വാരണാസി സ്റ്റാൻഡ്സ് ഓൺ ദ ബാങ്ക് ഓഫ് ഡാഷ് ഗംഗ. അവിടെ നിങ്ങൾ എന്തെഴുതും? ദ ഗംഗ എന്ന് എഴുതും. നേരത്തെ പറഞ്ഞില്ലയോ, നദികൾ, കനാലുകൾ, കടലുകൾ, സമുദ്രങ്ങൾ, ഇവയുടെയൊക്കെ പേരിന്റെ മുൻപിൽ നമുക്ക് എന്തുപയോഗിക്കാം? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇതൊരു പെൺകുട്ടിയുടെ പേരല്ലല്ലോ ഗംഗ, ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ നോ ആർട്ടിക്കിൾ ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വാരണാസി സ്റ്റാൻഡ്സ് ഓൺ ദ ബാങ്ക് ഓഫ്, അപ്പൊ അത് റിവർ ആണെന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നദികളുടെയൊക്കെ പേരിന് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കുക. നദികളുടെ പേരിന് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. എന്തോ പറഞ്ഞത്? നദികളുടെ പേരിന് മുൻപിൽ ദ എന്ന ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുക. നദികളുടെ പേരിന് മുൻപിൽ ദ എന്ന ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ദ ഉപയോഗിച്ചത്. അങ്ങനെയാണ് നദികളുടെ പേരിന് മുൻപിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുക. Agriculture has dash most prominent place in Indian economy. A and the no article. ഇവിടെ നമ്മൾ എന്തുപയോഗിക്കും? The most prominent place in Indian economy എന്ന് എഴുതും. എന്തുകൊണ്ട്? മോസ്റ്റ് പ്രൊമിനന്റ്, മോസ്റ്റ് ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. മോസ്റ്റ് പ്രൊമിനന്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപിൽ നമുക്ക് എന്തുപയോഗിക്കാം? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപിൽ ദ ആണ് ഉപയോഗിക്കുക. മോസ്റ്റ് പ്രൊമിനന്റ് പ്ലേസ് ഇൻ ഇന്ത്യൻ എക്കോണമി. മോസ്റ്റ് പ്രൊമിനന്റ്, ഈ മോസ്റ്റ് ചേർത്ത് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ മോസ്റ്റ് ചേർത്ത് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. പിന്നെ ST-ESC അവസാനിച്ചാൽ സൂപ്പർലേറ്റീവ് ആണ്. ബിഗ്ഗസ്റ്റ്, ടാളസ്റ്റ്, ഹെവിയസ്റ്റ്, ലോങ്സ്റ്റ് ഇതൊക്കെ കണ്ടാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുൻപിൽ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ ആണ്. Does her name begin with dash F? ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലയോ, ലെറ്റേഴ്സ് ചോദിക്കുമ്പോഴും ഏതെങ്കിലും വേർഡ്സ് ചോദിക്കുമ്പോഴും എന്തെങ്കിലും അബ്രീവിയേഷൻസ് വരുമ്പോഴും എല്ലാം ഉച്ചാരണത്തിനനുസരിച്ച് എഴുതാൻ ഞാൻ പറഞ്ഞു എ അഥവാ ആൻ. അപ്പൊ നിങ്ങൾ വിചാരിച്ച് കാണും ഈ ലെറ്റേഴ്സ് ഒക്കെ എങ്ങനെ ABCD ഇതൊക്കെ എങ്ങനെ എക്സാമിന് ചോദിക്കുക എന്ന് നിങ്ങൾ വിചാരിച്ച് കാണും. ഇങ്ങനെയാണ് ചോദിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. ഡസ് ഹർ നെയിം ബിഗിൻ വിത്ത് ഡാഷ് എഫ്. അപ്പൊ കണ്ടോ ലെറ്റർ ചോദിച്ചത് എഫ്. ഇങ്ങനെ ഉച്ചരിക്കുക എഫ്. എ ആണ് വന്നത്. എ സ്വരാക്ഷരമാണ്. അവിടെ എന്തെഴുതാം? ആൻ എഫ് എന്ന് എഴുതാം. ഡസ് ഹർ നെയിം ബിഗിൻ വിത്ത് ആൻ എഫ്. അടുത്ത ക്വസ്റ്റ്യൻ അതോട്ട് നമ്മൾ പോവുകയാണ്. ഡാഷ് റോസ് ഈസ് ദ സ്വീറ്റസ്റ്റ് ഓഫ് ആൾ ഫ്ലവേഴ്സ്. ദ ഉണ്ട്, എ ഉണ്ട്, ആൻ ഉണ്ട്, നോ ആർട്ടിക്കിൾ ഉണ്ട്. ഇവിടെ ആൻസർ ദ ആണ്. ദ റോസ് ഈസ് ദ സ്വീറ്റസ്റ്റ് ഓഫ് ഓൾ ഫ്ലവേഴ്സ് എന്നാണ്. നോക്കുക, ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സിൽ ഒരു ഫ്ലവറിനെ എടുത്തു പറയാണ്. ദ റോസ് ഈസ് ദ സ്വീറ്റസ്റ്റ് ഓഫ് ഓൾ ഫ്ലവേഴ്സ്. എല്ലാ ഫ്ലവറിലും ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇതാണ്. ഒന്നിനെ എടുത്തു പറയുന്നു, സ്പെസിഫൈ ചെയ്തു പറയുന്നു. ദ ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ എനിത്തിങ്. എന്തിനെങ്കിലും സ്പെസിഫൈ ചെയ്തു പറയാൻ നമുക്ക് എന്തുപയോഗിക്കാം? ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് അവിടെ ദ വന്നത്. ദ ഗംഗ ഈസ് ഡാഷ് സേക്രഡ് റിവർ. ദ ഉണ്ട്, നോ ആർട്ടിക്കിൾ ഉണ്ട്, എ ഉണ്ട്, ആൻ ഉണ്ട്. ഇവിടെ ആൻസർ എ സേക്രഡ് റിവർ എന്നാണ്. സേക്രഡ് പരിശുദ്ധം, പരിപാവനമായ നദി. അപ്പൊ സേക്രഡ് ഉച്ചരിച്ചപ്പോൾ എന്താ?
ഓക്കെ, കറക്റ്റ് ഇല്ലയോ? അപ്പം കായ്ക്ക ഗായ്ക്കങ്ങയിലാണ് വന്നത്. അപ്പൊ അത് വ്യഞ്ജനാക്ഷരമാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ഉപയോഗിച്ചു? എ ഉപയോഗിച്ചു. എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തു. ചില കുട്ടികൾ ഇവിടെ ദ എഴുതും. എങ്ങനെയാണ്? ഗംഗ കണ്ടു, നദിയാണ്, ഓടിപ്പോയി ഇവിടെ ദ എഴുതും. ഗംഗയ്ക്ക് മുൻപിലാണ്, ഇവയുടെയൊക്കെ പേരിന് മുൻപിൽ, നദികളുടെയൊക്കെ പേരിന് മുൻപിലാണ് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുക എന്ന് നമ്മൾ വ്യക്തമായി പഠിച്ചു. അതിന്റെ മുൻപിൽ ദ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ സേക്രഡ് എന്ന വേർഡിന്റെ മുൻപിലാണ് ഡാഷ് വന്നത്. സേക്രഡിനെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ സായാണ് വരുന്നത്. അത് നമ്മുടെ വ്യഞ്ജനാക്ഷരമാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇവിടെ ആദ്യത്തെ ഡാഷ് വിട്ടുപോയിട്ടുണ്ട്, ഞാൻ ആരോ കൊടുത്ത് ഇട്ടിട്ടുണ്ട്. നോട്ട് എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതുക. ഡാഷ് അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. ഓപ്ഷൻ എ ദ, ഓപ്ഷൻ ബി ആൻഡ്, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. നിങ്ങൾ ഇവിടെ എന്തെഴുതും? നോ ആർട്ടിക്കിൾ ആണ്. ലോഹങ്ങൾക്ക് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. അയൺ ഒരു ലോഹമാണ്, ഗോൾഡ് ഒരു ലോഹമാണ്. അങ്ങനെ ലോഹങ്ങൾക്ക് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുക. ലോഹങ്ങളുടെ മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. ദ അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ, എ അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ, ആൻ അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. നോ ആർട്ടിക്കിൾ ആണ്. അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ എന്നേ പറയത്തുള്ളൂ. ലോഹങ്ങളുടെ പേരിന് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. പക്ഷേ ഇതുകൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളുണ്ട്. ഗോൾഡ് ചെയിൻ എന്നൊക്കെ പറയുമ്പോൾ, ചെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഗോൾഡ് കൊണ്ട് നിർമ്മിച്ച ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു ആഭരണമാണ്. അങ്ങനെ ഇവയൊക്കെ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളുടെയൊക്കെ പേര് വന്നാൽ അതിനു മുൻപിൽ നോ ആർട്ടിക്കിൾ അല്ല, ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അത്തരം ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഡാഷ് അയൺ ആക്സ് ഈസ് സോ ഷാർപ്പ് ടു കട്ട് ദ ട്രീ. എ ആൻഡ് ദ നൺ ഓഫ് ദീസ്. അവിടെ എന്താ? ദ എന്ന ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുക. ഇവിടുത്തെ ക്വസ്റ്റിനകത്ത് അയൺ ആക്സ് എന്നൊന്നും കൊടുത്തിട്ടില്ല. അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ എന്നാണ്. അപ്പോൾ ഒരു മെറ്റലാണ്, ലോഹമാണ്, അതുകൊണ്ട് നോ ആർട്ടിക്കിൾ എഴുതി. ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഡാഷ് അയൺ ആക്സ് ഈസ് സോ ഷാർപ്പ് ടു കട്ട് ദ ട്രീ. ഡാഷ് അയൺ ആക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിർമ്മിച്ച ഉപകരണമാണ്. അതിന്റെ മുൻപിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹർ അംബിഷൻ ഈസ് ടു ബിക്കം ഡാഷ് MLA. ഞാൻ പറഞ്ഞു അബ്രീവിയേഷൻസ് ചോദിക്കും, ചുരുക്കെഴുത്തുകൾ ചോദിക്കും. MLA, MP, SSLC ബുക്ക്, STD ബൂത്ത്, എക്സ്റേ, RDO, NCC, LDC, ഓക്കെ, NCC, LD ക്ലർക്ക്, ഓക്കെ, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഇങ്ങനെ അബ്രീവിയേഷൻ ചുരുക്കെഴുത്തുകൾ ചോദിക്കുമ്പോൾ നമ്മൾ ഉച്ചാരണത്തിനനുസരിച്ചാണ്, ഉച്ചരിച്ചിട്ടാണ്, പ്രൊനൗൺസ് ചെയ്തിട്ടാണ് എഴുതുക. MLA ഉച്ചരിച്ചപ്പോൾ എന്താ? എ ആണ് വന്നത്. എ അ ഇ ഈ ഉ എ സ്വരാക്ഷരമാണ്. അപ്പൊ അവിടെ എന്തെഴുതാം? ആൻ MLA എന്നെഴുതാം. ആൻ MLA ഈ പറയുന്നതൊക്കെ ചോദിക്കുന്ന, എപ്പോഴും ചോദിക്കുന്ന ആൻ MLA, ആൻ MP, ആൻ SSLC ബുക്ക്, ആൻ STD ബൂത്ത്, ആൻ RDO, ആൻ എക്സ്റേ, ആൻ SI ഓഫ് പോലീസ്, ആൻ FIR, ആൻ LD ക്ലർക്ക്, ആൻ NCC കേഡറ്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനുകളിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉച്ചരിച്ച് നോക്കിയിട്ട് എഴുതുക. ഹി വെന്റ് ടു ഡാഷ് ജർമ്മനി ലാസ്റ്റ് ഇയർ. ദ ഉണ്ട്, നോ ആർട്ടിക്കിൾ ഉണ്ട്, എ ഉണ്ട്, ആൻ ഉണ്ട്. നിങ്ങൾ ഇവിടെ എന്തെഴുതും? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നോ ആർട്ടിക്കിൾ ആണ്. ഹി വെന്റ് ടു ജർമ്മനി ലാസ്റ്റ് ഇയർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു രാജ്യത്തിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പേര് വന്നാൽ അതിനു മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ് കേട്ടോ. ഓക്കെ, കോണ്ടിനെന്റ്സ്, കൺട്രീസ്, ക്യാപിറ്റൽ സിറ്റീസ്, ലാർജ് ടൗൺ. ഓക്കെ, കോണ്ടിനെന്റ്സ്, കൺട്രീസ്, ക്യാപിറ്റൽ സിറ്റീസ്, ലാർജ് ടൗൺ, ഇവയുടെയൊക്കെ പേരിന് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. ഇപ്പോൾ ജർമ്മനി വന്നു, ഒരു കൺട്രിയുടെ പേര് വന്നു, അല്ലെങ്കിൽ ഏഷ്യ ഒരു കോണ്ടിനെന്റ് വന്നു, അല്ലെങ്കിൽ മുംബൈ ഒരു ക്യാപിറ്റൽ സിറ്റി വന്നു,
കൊച്ചി ഒരു ലാർജ് ടൗൺ വന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവയുടെയൊക്കെ മുൻപിൽ നോ ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ ഒന്നും എഴുതേണ്ട കാര്യമില്ല. അപ്പൊ ജർമ്മനി എന്ന് വന്നു, അമേരിക്ക എന്ന് വന്നു, ഇന്ത്യ എന്ന് വന്നു, അവിടെയൊക്കെ നോ ആർട്ടിക്കിളാണ്. എന്നാൽ എക്സെപ്ഷൻ ഉണ്ട്. ചില രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുമല്ലോ. എവിടെയാണ്? ഏത് രാജ്യങ്ങളുടെ മുമ്പിലാണ്? അത് യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുടെ പേരിന്റെ മുൻപിലാണ്. നോട്ടെന്നും പറഞ്ഞ് എഴുതുക. എന്നാൽ യുണൈറ്റഡ് ആയി നിൽക്കുന്ന രാജ്യങ്ങൾ, യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുടെ പേരിന് മുൻപിൽ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഡാഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഡാഷ് യുണൈറ്റഡ് കിങ്ഡം, ഡാഷ് UK, ഡാഷ് USA. മനസ്സിലാവുമല്ലോ. അപ്പൊ ഡാഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഡാഷ് യുണൈറ്റഡ് കിങ്ഡം, ഡാഷ് UK, ഡാഷ് USA, ഡാഷ് UAE എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ്. യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുടെയൊക്കെ പേരിന്റെ മുൻപിൽ നമുക്ക് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അപ്പം അമേരിക്ക എന്ന് കണ്ടാൽ അവിടെ നോ ആർട്ടിക്കിൾ ആണ്. എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് കണ്ടാൽ അവിടെ നമുക്ക് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നും ദ USA എന്നും ഒക്കെ ഉപയോഗിക്കാം. മനസ്സിലായോ വ്യത്യാസം? അപ്പൊ ജർമ്മനി, ഇന്ത്യ, അമേരിക്ക എന്നൊക്കെ കണ്ടാൽ നോ ആർട്ടിക്കിൾ ആണ് കേട്ടോ. പക്ഷെ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഇത്തരം രാജ്യങ്ങൾ കണ്ടാൽ അവിടെ നിങ്ങൾ എന്ത് എഴുതുക? ദ എന്ന ആർട്ടിക്കിൾ എഴുതുക. അതാണ്ട് അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ, ഷി വെന്റ് ടു ഡാഷ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അവിടെ എന്ത് എഴുതാം? ഷി വെന്റ് ടു ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ഈസ് നോട്ട് ഡാഷ് ഓണറബിൾ മാൻ. ആൻ ഓണറബിൾ മാൻ ആണ്. എന്തുകൊണ്ട്? ഓണറബിൾ ഉച്ചരിച്ചപ്പോൾ ഓ ആണ് വന്നത്, സ്വരാക്ഷരമാണ്. ആൻ ഓണറബിൾ മാൻ എന്ന് എഴുതി. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അവർ, ഓണർ, ഓണസ്റ്റ്, ഏർ എന്നാണ് വായിക്കുക കേട്ടോ. ആൻ ഏർ എന്നാണ്. ഏറസ്, ഏർലൂം, ഓണറബിൾ, ഓണററി, ഇവിടെയൊക്കെ എന്താണ്? ഉച്ചാരണത്തിനനുസരിച്ച് ആൻ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹി വാസ് ഡാഷ് NCC cadet when he was dash college student. നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഇതൊക്കെയാണ്. നമുക്ക് നോക്കാം. NCC cadet ഉച്ചരിച്ചപ്പോൾ NCC എ വന്നു, സ്വരാക്ഷരമാണ്. നമുക്കപ്പ ആൻ എഴുതാം. ആൻ NCC cadet when he was dash college student. ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ എന്താ? എ കോളേജ് ഉച്ചരിച്ചപ്പോൾ എന്താ? കായാണ് വന്നത്, കോളേജ് സ്റ്റുഡന്റ് അത്. അല്ലാതെ അവിടെ ദ എഴുതേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ. അപ്പം ഹി വാസ് ആൻ NCC cadet when he was ഡാഷ് കോളേജ് സ്റ്റുഡന്റ്. കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നപ്പോൾ. ഓക്കെ. ഒരു NCC cadet ആയിരുന്നു. എപ്പോഴാണ്? കോളേജ് പഠിച്ചിരുന്ന കാലത്ത് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നപ്പോൾ NCC cadet ആയിരുന്നു. അപ്പൊ അവിടെ കോളേജിൽ പോകുന്നു എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല. പതിവായിട്ട് കോളേജിൽ പഠിക്കാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ മറ്റു പർപ്പസിന് പോകുന്നു എന്നുള്ള അർത്ഥത്തിലോ ഒന്നും അല്ല. അവിടെ നോ ആർട്ടിക്കിളോ അല്ലെങ്കിൽ ദായോ ഒന്നും അല്ല. ഒരു കോളേജ് സ്റ്റുഡന്റ് എന്നുള്ള അർത്ഥത്തിലാണ് എഴുതേണ്ടത്. ഹി വാസ് ആൻ NCC cadet when he was a college student എന്നാണ്. അപ്പൊ ആനും എയും വരുന്ന ഓപ്ഷൻ ഇതിൽ ഏതാ? ആനും എയും വരുന്നത് ഓപ്ഷൻ സി ആണ്. ആനും എയും വരുന്നത്. there is a fracture in dash knee. ദ ആണോ, എ ആണോ, ആൻ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? there is a fracture in the knee എന്നാണ്. ഓക്കെ. നീ, മുട്ട്, അതെന്താകുന്നു? ഒരു ബോഡി പാർട്സ് ആകുന്നു. ബോഡി പാർട്സിനെ സൂചിപ്പിക്കുമ്പോൾ ദ ഉപയോഗിക്കാം. ബോഡി പാർട്സിനെ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ബോഡി പാർട്സിനെ സൂചിപ്പിക്കുമ്പോൾ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുക. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് യൂസിങ് ആൻ ആർട്ടിക്കിൾ. 4 സെന്റൻസ് തന്നിട്ടുണ്ട്. അവിടെ എവിടെയാണ് ആർട്ടിക്കിൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വ്യക്തമായി മനസ്സിലാക്കണം. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ സെന്റൻസ് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ, കറക്റ്റ് സെന്റൻസ് ഏത്, ഇൻകറക്റ്റ് സെന്റൻസ് ഏതെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് സെന്റൻസ് ഏതെന്നാണ്. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് യൂസിങ് ആൻ ആർട്ടിക്കിൾ. ഓപ്ഷൻ എ നോക്കുക. ഐ മെറ്റ് ആൻ യൂണിവേഴ്സിറ്റി പ്ലെയർ. ഓപ്ഷൻ ബി, a person who died yesterday was a hurt person. Option C, the mother
would like to see you. Option D, yesterday I saw a one-eyed beggar in my dream. ഇവിടെ ആൻസർ ഇത് മാത്രമാണ് ശരി. ഓപ്ഷൻ ഡി മാത്രമാണ് ശരി. യെസ്റ്റർഡേ ഐ സോ എ വൺ ഐഡ്, വൺ ഉച്ചരിച്ചപ്പോൾ വാ വന്ന സ്വരാക്ഷരമാണ്. എ വൺ ഐഡ് ബെഗർ ഇൻ മൈ ഡ്രീം, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ ബാക്കി ഓപ്ഷൻസിലൊക്കെ എന്താണ് തെറ്റുകൾ വന്നത്? ഐ മെറ്റ് ആൻ യൂണിവേഴ്സിറ്റി പ്ലെയർ, ആനാണോ? യൂണിവേഴ്സിറ്റി ഉച്ചരിച്ചപ്പോൾ യായാണ് വന്നത്. എ യൂണിവേഴ്സിറ്റി പ്ലെയർ എന്നാണ് എഴുതുക. എ പേഴ്സൺ ഹു ഡൈഡ് യെസ്റ്റർഡേ വാസ് എ ഹേർട്ട് പേഴ്സൺ. അപ്പൊ അവിടെ നോക്കേ, എ പേഴ്സൺ ഹു ഡൈഡ്, എ പേഴ്സൺ എന്ന് വരുമോ? ഇല്ല, ദ പേഴ്സൺ എന്നാണ് വരിക. അവിടെ ദ പേഴ്സൺ ഹു ഡൈഡ് യെസ്റ്റർഡേ വാസ് എ ഹേർട്ട് പേഴ്സൺ എന്നാണ്. ആ പേഴ്സണെ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, ഒരു സബ്ജക്റ്റിന് ശേഷം ഹുവോ ഹുമ്മോ ദാറ്റോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡാഷ് വരുന്നു, ഒരു സബ്ജക്റ്റ് വരുന്നു, ഡാഷ് വരുന്നു, ഒരു സബ്ജക്റ്റ് വരുന്നു, ആ സബ്ജക്റ്റിന് ശേഷം ഒരു റിലേറ്റീവ് പ്രോനൗണായിട്ട് ഹുവോ ഹുമ്മോ അല്ലെങ്കിൽ ദാറ്റോ ഒക്കെ വന്നാൽ അവ ഉപയോഗിച്ച് ഇതിനെ ഇവിടെ സ്പെസിഫൈ ചെയ്യുകയാണ് കേട്ടോ. ഒരു ഡാഷ് വരുന്നു, സബ്ജക്റ്റിന് ശേഷം ഒരു ഹുവോ ഹുമ്മോ ദാറ്റോ അങ്ങനെയൊക്കെയുള്ള റിലേറ്റീവ് പ്രൊനൗൺസ് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഹു ഉപയോഗിച്ച് ആ സബ്ജക്റ്റിനെ അവിടെ സ്പെസിഫൈ ചെയ്യുകയാണ്. അങ്ങനെ സ്പെസിഫൈ ചെയ്യുമ്പോൾ അവിടെ എന്ത് ഉപയോഗിക്കാം? ദ ഉപയോഗിക്കാം. അങ്ങനെയും പല സെന്റൻസുകളും കണക്ട് ചെയ്യാം. ഡാഷ് വരുന്നു, സബ്ജക്റ്റ് വരുന്നു, അപ്പുറത്ത് ഹുവോ ഹുമ്മോ ദാറ്റോ വന്നാൽ അവിടെ ദ ഉപയോഗിക്കാം. എങ്ങനെ? അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതിനെ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ട് അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അവിടെ എ അല്ല വരേണ്ടുന്നത്, ദ ആണ് വരേണ്ടുന്നത്. ഓക്കെ, അതിന് മണ്ടൊക്കെ എഴുതണ്ട, മുകളിലോട്ട് ഞാൻ എഴുതിയിടാം, വെട്ടിയിട്ട് എഴുതുന്നില്ല. ഇവിടെ എന്താ? എ അല്ല വരേണ്ടുന്നത്, ദ പേഴ്സൺ എന്നാണ്. അടുത്ത നോക്കേ, ദ മദർ വുഡ് ലൈക്ക് ടു സീ യു. അവിടെ ദ മദർ വുഡ് എന്ന് എഴുതില്ല, ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എഴുതില്ല. മദർ, ഫാദർ, അങ്കിൾ, ഓണ്ട് എന്നിവയ്ക്ക് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. ഓക്കെ, മദർ, ഫാദർ, അങ്കിൾ, ഓണ്ട് എന്നിവയ്ക്ക് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. ദ മദർ എന്ന് പറയാൻ പാടില്ല, ദ മദർ എന്ന് പറയാൻ പാടില്ല. മദർ വുഡ് ലൈക്ക് ടു സീ യു അല്ലെങ്കിൽ ഈ മദർ, ഫാദർ, അങ്കിൾ, ഓണ്ട് എന്നിവയ്ക്ക് മുമ്പിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല എന്നേ ഉള്ളൂ. പൊസസീവ് അഡ്ജക്റ്റീവ്സ് നമുക്ക് ഉപയോഗിക്കാം. മൈ അങ്കിൾ, മൈ മദർ, മൈ മദർ, മൈ അങ്കിൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. മൈ മദർ എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പം മദർ, ഫാദർ, അങ്കിൾ, ഓണ്ട് എന്നിവയ്ക്ക് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. പക്ഷെ എന്ത് യൂസ് ചെയ്യാം? പൊസസീവ് അഡ്ജക്റ്റീവ്, പൊസസീവ് അഡ്ജക്റ്റീവ്സ്, അതായത് മൈയോ, ഹിസ്സോ, ഹെറോ, അവറോ, ദേറോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ കറക്റ്റ് അല്ലേ? ഐ സോ എ വൺ ഐഡ് ബെഗർ, അവിടെ എ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തു. കണ്ടോ? എങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ സാധിക്കും. An article is wrongly used here. Find the word. നമുക്ക് 4 വേർഡുകൾ തന്നിട്ടുണ്ട് ആർട്ടിക്കിൾസ് യൂസ് ചെയ്തുകൊണ്ട്. അവിടെ എവിടെയാണ് തെറ്റുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യക്തമായി മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ എന്താണ്? റോങ്ലി യൂസ്ഡ് എന്നാണ്. തെറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ 4 ഓപ്ഷനിൽ എവിടെയാണ്? നേരത്തെ തന്ന ക്വസ്റ്റ്യനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് ചോദിച്ചു, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതി. ഇവിടെ 4 ഓപ്ഷനിൽ 4 വേർഡുകൾക്ക് മുൻപിൽ ഓരോ ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഏതാണ് ശരിയായിട്ടുള്ളതെന്നല്ല റോങ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റേത്? നമുക്ക് നോക്കാം. ദ നീഗ്രോസ്, അത് ശരിയാണ്. നീഗ്രോസിന്റെ മുൻപിൽ ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകൾക്ക് മുൻപിൽ ദ എന്ന ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുക. നീഗ്രോസ്, ഓക്കെ, അതൊരു പ്രത്യേക വിഭാഗത്തിലെ ആളുകളാണ്. ആര്യന്മാര്, നീഗ്രോകള് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക വിഭാഗത്തിലെ ആളുകളാണ്. ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകൾക്ക് മുൻപിൽ നമുക്ക് എന്തുപയോഗിക്കാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അപ്പൊ അവിടെ ദ നീഗ്രോസ് എന്ന ഈ ആൻസർ ഇവിടെ കറക്റ്റ് ആണ്. ഡാഷ് ടൈറ്റാനിക്, അത് ശരിയാണോ? യെസ്, അതും ശരിയാണ്. അവിടെയും ദ ടൈറ്റാനിക് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഷിപ്സ്, ട്രെയിൻസ്, എയറോപ്ലെയിൻസ്, സ്പേസ് ക്രാഫ്റ്റ് തുടങ്ങിയവയുടെ പേരിന് മുൻപിലും ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഷിപ്സ്, ട്രെയിൻസ്, എയറോപ്ലെയിൻസ്
സ്പേസ് ക്രാഫ്റ്റ്, ഓക്കെ, സ്പേസ് ക്രാഫ്റ്റ് ഇവയുടെയൊക്കെ പേരിന് മുൻപിൽ ദ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ദ ടൈറ്റാനിക്, ദ വിവേക് എക്സ്പ്രസ് എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഷിപ്സ്, ട്രെയിൻസ്, എയറോപ്ലെയിൻസ്, സ്പേസ് ക്രാഫ്റ്റ് തുടങ്ങിയവയുടെയൊക്കെ പേരിന് മുൻപിൽ ദ ഉപയോഗിക്കാം. ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകൾക്ക് മുൻപിൽ ദ ഉപയോഗിക്കാം. ഇത് നോക്കിയേ, ഡാഷ് അവർ, അതും കറക്റ്റ് ആണ്. ഉച്ചരിച്ചപ്പോൾ അവർ എന്നാണ് വരുന്നത്. ആൻ അവർ, അതും കറക്റ്റ് ആണ്. എ ഹോണസ്റ്റ്, ഓണസ്റ്റ്, എ ഓണസ്റ്റ്, ഓണസ്റ്റ് എന്നാണ്. ഹോയല്ല, ഓയാണ്. ഓണസ്റ്റ് എന്നാണ് ഉപയോഗിക്കുക. ഓ സ്വരാക്ഷരമാണ്. ഇവിടെ എ അല്ല വരേണ്ടുന്നത്, ഇവിടെ മറിച്ച് ആൻ ആണ് വരേണ്ടുന്നത്. ആൻ ഓണസ്റ്റ് എന്നാണ് വരേണ്ടുന്നത്. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. റോങ്ലി യൂസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എ ഓണസ്റ്റ് എന്നുള്ളതാണ്. അവിടെ ആൻ ഓണസ്റ്റ് എന്നാണ് വരേണ്ടുന്നത്. കണ്ടോ, ഏത് രീതി ചോദിച്ചാലും നിങ്ങൾ എഴുതത്തില്ലേ? ഇത്രയുള്ള ആർട്ടിക്കിൾസ്. ഇനി ഒരു 10 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു, നമുക്ക് നോക്കാം. These are dash best collections of books I have. ഓപ്ഷൻ എ ഉണ്ട്, ആൻ ഉണ്ട്, ദ ഉണ്ട്, എ ഫ്യൂ ഉണ്ട്. ഇവിടെ ആൻസർ എന്താണ്? ദ ആണ്. ഓൾറെഡി നമ്മൾ എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞതാണ്. ബെസ്റ്റ് കളക്ഷൻ ഓഫ് ബുക്ക്, ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ബെസ്റ്റ് ST/ST അവസാനിച്ചാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. മോസ്റ്റ് ചേർത്ത് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. അപ്പം അതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപിൽ ഡാഷ് വന്നതുകൊണ്ട് ദീസ് ആർ ദ ബെസ്റ്റ് കളക്ഷൻ ഓഫ് ബുക്സ് ഐ ഹാവ് എന്ന് എഴുതാം. കോപ്പർ ഈസ് ഡാഷ് യൂസ്ഫുൾ മെറ്റൽ. ആൻ ഉണ്ട്, ദ ഉണ്ട്, ദാറ്റ് ഉണ്ട്, എ ഉണ്ട്. യൂസ്ഫുൾ ഉച്ചരിച്ചപ്പോൾ യാ വന്നു. എ യൂസ്ഫുൾ, മെറ്റൽ എന്ന് എഴുതാം. ഓപ്ഷൻ ഡി എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 43ാമത്തെ ക്വസ്റ്റ്യൻ. ഐ ഗേവ് ദ മണി ടു ഡാഷ് അപർണ. ഓപ്ഷൻ എ നോ ആർട്ടിക്കിൾ, ഓപ്ഷൻ ബി ദ, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി ആൻ. ഇവിടെ ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാകുന്നു? നോ ആർട്ടിക്കിൾ ആകുന്നു. എന്തുകൊണ്ട്? ഐ ഗേവ് ദ മണി ടു അപർണ എന്ന് മതി. ഐ ഗേവ് ദ മണി ടു ദ അപർണ, എ അപർണ എന്നൊന്നും നമ്മൾ എഴുതില്ല. അപർണ എന്ന് പറഞ്ഞപ്പോൾ അതെന്താണ്? അതൊരു വ്യക്തിയാണ്. വ്യക്തികളുടെ പേരിന് മുൻപിൽ, അതേപോലെ സ്ഥലങ്ങളുടെ പേരിന് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. വ്യക്തികൾ, സ്ഥലങ്ങൾ തുടങ്ങിയവയുടെ പേരിന് മുൻപിൽ ഒരു ആർട്ടിക്കിളും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അപർണയുടെ മുൻപിൽ നമ്മൾ ദ ഉപയോഗിച്ചത്. അടുത്ത നോക്കേ, ഹി ബിലോങ്സ് ടു ഡാഷ് കോട്ടയം ഡിസ്ട്രിക്ട്. എ ഉണ്ട്, ആൻ ഉണ്ട്, ദ ഉണ്ട്, നോ ആർട്ടിക്കിൾ ഉണ്ട്. ഇപ്പൊ എളുപ്പമായില്ലേ? നോ ആർട്ടിക്കിൾ ആണ്. കോട്ടയം ഒരു സ്ഥലമാണ്. ദ കോട്ടയം, ദ ട്രിവാൻഡ്രം എന്ന് പറയേണ്ട കാര്യമില്ല. ഹി ബിലോങ്സ് ടു കോട്ടയം ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും പേരിന് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. ഡാഷ് മഹാഭാരത ഈസ് ഡാഷ് ലോങ്സ്റ്റ് എപ്പിക് പോയം. എ ദ, ദ ആൻഡ് ദ എ. ഓപ്ഷൻ ബി ആണ്. 4 ഡാഷ് ഇട്ട് വേണേലും ആർട്ടിക്കിൾ ചോദിക്കാം കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. മഹാഭാരത ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. ഹോളി ബുക്ക്, എപ്പിക്സ് ഒക്കെ വന്നാൽ അവിടെ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാമെന്ന് ഓൾറെഡി പഠിച്ചതാണ്. ലോങ്സ്റ്റ് ഇപ്പൊ 2 വട്ടം പറഞ്ഞതാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ST/ST എന്ത് ചെയ്താൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെന്നും, മോസ്റ്റ് ബ്യൂട്ടിഫുൾ അങ്ങനെ മോസ്റ്റ് ചേർത്ത് പറഞ്ഞാലും സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെന്നും നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അവിടെയും നമുക്ക് എന്തെഴുതാം? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അപ്പം ദ മഹാഭാരത ഈസ് ദ ലോങ്സ്റ്റ് എപ്പിക് പോയം എന്നാണ്. 2 അടുത്ത് ദ ഉണ്ട്. കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. ഹി ലൈക്സ് എ ബാങ്കിങ് പ്രൊഫഷൻ. ആൻ ആണോ, ഓഫ് ആണോ, ദ ആണോ, എ ആണോ? ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ ആർട്ടിക്കിൾ കറക്റ്റ് ആയിട്ടാണോ യൂസ് ചെയ്തിരിക്കുന്നത്? കറക്റ്റ് ആയിട്ടാണെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണോ അതങ്ങ് എഴുതാം. ഇൻകറക്റ്റ് ആയിട്ടാണെങ്കിൽ അവിടെ ഇതിൽ ഏതാണോ വരേണ്ടുന്നത് അത് നമുക്ക് എഴുതാം. നമുക്ക് നോക്കാം. ഹി ലൈക്സ് എ ബാങ്കിങ് പ്രൊഫഷൻ എന്നാണോ? ഹി ലൈക്സ് ദ ബാങ്കിങ് പ്രൊഫഷൻ എന്നാണ് റൈറ്റ് ആൻസർ. എന്തുകൊണ്ട്? ബാങ്കിങ് ഒരു തൊഴിലാണ്.
അപ്പം ഏതെങ്കിലുമൊക്കെ ഒരു തൊഴിലിൻ്റെ പേരിനോടൊപ്പം ജോബ് എന്നോ പ്രൊഫഷൻ എന്നോ ഒക്കെ ചേർത്ത് വന്നാൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഓക്കെ, ഒരു തൊഴിലിനോടൊപ്പം പ്രൊഫഷൻ എന്നോ ജോബ് എന്നോ, ജോബ്, പ്രൊഫഷൻ തുടങ്ങിയ പദങ്ങൾ ചേർന്ന് വരുന്ന തൊഴിലിന്റെ പേരിന് മുമ്പിൽ പ്രൊഫഷൻ, ജോബ്, പ്രൊഫഷൻ, ജോബ് തുടങ്ങിയ പദങ്ങൾ ചേർന്ന് വരുന്ന തൊഴിലിന്റെ പേരിന് മുൻപിൽ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഹി ലൈക്സ് ദ ബാങ്കിങ് പ്രൊഫഷൻ എന്നാണ് ഉപയോഗിക്കുക. അങ്ങനെ പ്രൊഫഷൻ, ജോബ് തുടങ്ങിയ പദങ്ങളൊക്കെ ചേർന്ന് വരുന്ന തൊഴിലിന്റെ പേരിന് മുൻപിൽ നമുക്ക് എന്തുപയോഗിക്കാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഡാഷ് വാൽമീകിസ് രാമായണ ഈസ് ദ ഹോളി ബുക്ക് ഓഫ് ഹിന്ദുസ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. എയും ആനും ഉപയോഗിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതല്ല ഈ ഞാൻ പറഞ്ഞ ജാവർ, ഓണർ അങ്ങനെ പറഞ്ഞ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ സെയിം വേർഡുകൾ തന്നെ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ വെറുതെ ചെയ്യേണ്ടല്ലോ. ഓക്കെ, അപ്പം വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നത്. ഓരോ റൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയുള്ള 50 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തേ ഉള്ളൂ. ഇവിടെ വാൽമീകിസ് രാമായണ, നമ്മൾ നേരത്തെ പറഞ്ഞു രാമായണം, മഹാഭാരതം ഇതൊക്കെ വരുമ്പോൾ അതിനു മുൻപിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിവിടെ ദ അല്ലല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്, നോ ആർട്ടിക്കിൾ ആണല്ലോ. എന്തുകൊണ്ടാണ്? രാമായണത്തിന് തൊട്ട് മുൻപിൽ അല്ല ഇവിടെ ഡാഷ് വന്നിരിക്കുന്നത്. ഇവിടെ രാമായണം എഴുതിയത് ആരാണ്? വാൽമീകിയാണ്. ഓക്കെ, ടെമ്പസ്റ്റ് എഴുതിയത് ആരാണ്? ഷേക്സ്പിയർ ആണ്. ഇലിയഡ് എഴുതിയത് ആരാണ്? ഹോമർ ആണ്. അപ്പോൾ ഇങ്ങനെ ഗ്രന്ഥകർത്താവിന്റെ പേരോട് കൂടിയ പുസ്തകങ്ങൾ തന്നാൽ, ഓതേഴ്സ് നെയിം കൂടി ആ ടെക്സ്റ്റുകളോടൊപ്പം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനു മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പുണ്യ ഗ്രന്ഥങ്ങൾ, ഇതിഹാസങ്ങൾ, ക്ലാസിക്കൽ പുസ്തകങ്ങൾ, റഫറൻസ് ബുക്ക്, ദിനപത്രങ്ങൾ തുടങ്ങിയവയ്ക്ക് മുൻപിൽ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാമെന്ന് നേരത്തെ പഠിച്ചു. അതിന്റെ സബ് നോട്ടായിട്ട് എഴുതി വെച്ചോ. എന്നാൽ ഇവയ്ക്ക് മുൻപിൽ, അതായത് ഗ്രന്ഥകർത്താവിന്റെ പേരോട് കൂടി, അങ്ങനെ എഴുതിയാൽ മതി, ഗ്രന്ഥകർത്താവിന്റെ പേരോട് കൂടിയ പുസ്തകങ്ങൾക്ക് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. വാൽമീകിസ് രാമായണ, അവിടെ നോ ആർട്ടിക്കിൾ ആണ്. ദ വാൽമീകിസ് രാമായണ എന്ന് പറയത്തില്ല. ഡാഷ് ഷേക്സ്പിയേഴ്സ് ടെമ്പസ്റ്റ്. അപ്പൊ ഇവിടെ എന്താ? ഷേക്സ്പിയേഴ്സ് ടെമ്പസ്റ്റ്. ടെമ്പസ്റ്റ് എഴുതിയത് ആരാ? ഷേക്സ്പിയർ ആണ്. ഹോമേഴ്സ് ഇലിയഡ്. ഇലിയഡ് എഴുതിയത് ആരാ? ഹോമർ ആണ്. അപ്പൊ ടെമ്പസ്റ്റിന്റെ മുൻപിലോ ഇലിയഡിന്റെ മുൻപിലോ ഡാഷ് വന്നാൽ ദ എഴുതാം. പക്ഷെ അതിന്റെ മുൻപിൽ അതിന്റെ ഓതറിന്റെ പേരൂടെ വന്നാൽ അവിടൊക്കെ എന്താണ്? നോ ആർട്ടിക്കിൾ ആണ്. അപ്പം ഓതറിന്റെ പേര് കൂടെ ഉണ്ടെങ്കിൽ, ഗ്രന്ഥകർത്താവിന്റെ പേരോട് കൂടിയ പുസ്തകങ്ങൾക്ക് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. ഹീസ് ഡാഷ് യുണീക്ക് പൊളിറ്റീഷ്യൻ. യുണീക്ക്, എ യുണീക്ക് പൊളിറ്റീഷ്യൻ ആണ് കേട്ടോ. യുണീക്ക് ഉച്ചരിച്ചപ്പോൾ യാ വന്നു, സ്വരാക്ഷരമാണ്. നമ്മൾ എ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്തു. ഇവിടെയും പ്രിന്റിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യമാണ് കേട്ടോ, ഇവിടെ അല്ല ഡാഷ് വന്നിരിക്കുന്നത്. നോട്ട് എഴുതുമ്പോൾ വ്യക്തമായിട്ട് എഴുതുക. ഡാഷ് എവറസ്റ്റ് ഈസ് വൺ ഓഫ് ദ ടാളസ്റ്റ് മൗണ്ടെയിൻസ് എന്നാണ്. എ ഉണ്ട്, ആൻ ഉണ്ട്, ദ ഉണ്ട്, നോ ആർട്ടിക്കിൾ ഉണ്ട്. അവിടെ എന്താ? നോ ആർട്ടിക്കിൾ ആണ് ആൻസർ. എന്തുകൊണ്ടാണ്? നോക്കുക, എവറസ്റ്റ് ഈസ് വൺ ഓഫ് ദ ടാളസ്റ്റ് മൗണ്ടെയിൻസ് എന്നേ പറയത്തുള്ളൂ. ദ എവറസ്റ്റ് ഈസ് വൺ ഓഫ് ദ ടാളസ്റ്റ് മൗണ്ടെയിൻസ് എന്ന് പറയില്ല. എന്തുകൊണ്ടാണ്? ശ്രദ്ധിക്കുക. അതായത് പർവ്വത ശൃംഖലകളുടെ മുൻപിൽ നമ്മൾ എന്ത് എഴുതത്തുള്ളൂ? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളെ പർവ്വത ശൃംഖലകളുടെ മുൻപിൽ നമ്മൾ എഴുതാറുള്ളൂ. യെസ്, കറക്റ്റ് ആണ്. എന്നാൽ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്നത് ഇൻഡിവിജ്വൽ ഐലൻഡ്, മൗണ്ടെയിൻ, പീക്ക്, ഹില്ല് തുടങ്ങിയവയ്ക്ക് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. അപ്പം ഹിമാലയ പർവ്വതത്തിലുള്ള ഒരു കൊടുമുടിയാണ് എവറസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മൗണ്ടെയിൻ ആണ്. അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൗണ്ടെയിനോ പീക്കോ ഹില്ലോ ഒക്കെ വന്നാൽ അതിനു മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. അവിടെ ദ എവറസ്റ്റ് എന്ന് എഴുതത്തില്ല, ദ ഹിമാലയ എന്നെഴുതും. പക്ഷേ എവറസ്റ്റ്
എവറസ്റ്റിന് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ് കേട്ടോ. ഇത് രണ്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. ഹിമാലയം വന്നാൽ, ഹിമാലയാസ് ഒക്കെ വന്നാൽ അവിടെ ദാ എഴുതാം. എവറസ്റ്റ് വന്നാൽ എന്താ, നോ ആർട്ടിക്കിളുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ലാസ്റ്റ് ക്വസ്റ്റിനകത്തോട്ട് പോവുകയാണ്. ലെറ്റസ് പ്ലേ ഡാഷ് ചെസ്. ചെസ് എന്ന് പറയുമ്പോൾ കായികം വിനോദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കായികം, വിനോദം എന്നിവയെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ്. ലെറ്റസ് പ്ലേ ചെസ് എന്നേ നമ്മൾ പറയാറുള്ളൂ. ലെറ്റസ് പ്ലേ ചെസ്, അല്ലാതെ ലെറ്റസ് പ്ലേ ദ ചെസ് എന്ന് പറയാറില്ല. അപ്പൊ നമ്മൾ 50 ക്വസ്റ്റ്യനുകൾ ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിളിനകത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണക്ട് ചെയ്ത് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയും പഠിച്ചു വെക്കാമെങ്കിൽ ആർട്ടിക്കിളിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഡിഗ്രി ലെവൽ എക്സാം ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ക്ലാസ് എടുത്തേക്കുന്നത്. ഡിഗ്രി ലെവൽ എന്നല്ല, ഇംഗ്ലീഷ് ഗ്രാമറുള്ള ആർട്ടിക്കിളുള്ള ഏത് പരീക്ഷയ്ക്കും 100% നിങ്ങൾക്ക് നോക്കിയിട്ട് പോകാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണിത്. ഇപ്പം നമ്മുടെ ഡിഗ്രി എക്സാമിന് വേണ്ടിയിട്ടുള്ള, ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ടോപ്പിക്കിന്റെ റിവിഷൻ, അതായത് PYQ ക്വസ്റ്റ്യനുകൾ വെച്ചിട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എല്ലാ റൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തു വരുന്നത്. ഒരു സീരീസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 4ാമത്തെ സീരീസ് ആണ് ഈ വന്നിരിക്കുന്നത്. ഇനി ബാക്കി ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് കാണാം. ഇനിയും ഇതേപോലെ ബാക്കി ടോപ്പിക്കുകളുമായിട്ട് അടുത്തടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. നന്ദി.